ഞങ്ങളെ ചോദ്യം അതല്ല ടീച്ചറെ. മീഡിയ നാട്ടുകാരെ പരാതിയാണ്, ഞങ്ങളെ മീഡിയയുടെ പരാതിയല്ല. ഇത്ര അവിടുന്ന് ഒരാള് മന്ത്രിസഭയിൽ നിന്നുള്ള ആള് ഇത്രയും വൈകിയത് ഈ ഒരു പ്രദേശം ഇത്ര വലിയൊരു ദുരന്തം ഉണ്ടായിട്ട് സന്ദർശിക്കാൻ ഞാൻ പറയുന്നത് ആ സമയത്ത് തന്നെ ഗവൺമെന്റ് ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഒരു മന്ത്രി ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളത് മാത്രമാണ് കേവലമായിട്ട് പറയുന്നത്. മന്ത്രിമാർ വരാൻ തീരുമാനിച്ചിട്ടുണ്ട്, മാത്രമല്ല ഇവിടെ എത്തിയില്ല എന്നുള്ളത് കൊണ്ട് ഇടപെട്ടിട്ടില്ല എന്നുള്ള നിലയിലല്ല. അതിനാവശ്യമായിട്ടുള്ള എല്ലാ ഇടപെടലും ഉദ്യോഗസ്ഥന്മാരും മുഴുവൻ ഇവിടെ അയച്ചിട്ടുണ്ട്, ഉദ്യോഗസ്ഥന്മാർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലപ്പുറം ഒരു പരിഹാരം എന്താന്നുള്ളത് ഗവൺമെന്റ് വിദഗ്ധമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിന് പരിഹാരം കാണാൻ ജനങ്ങളുടെ സഹകരണവും വേണം, നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വേണം. ഗവൺമെന്റ് അതിൽ തീർച്ചയായിട്ടും മാനന്തവാടി മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന പരാതികളാണ്. മാനന്തവാടി മെഡിക്കൽ കോളേജുമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ മെഡിക്കൽ കോളേജ് ആയി കഴിയണമെങ്കിൽ നമ്മൾ പ്രഖ്യാപിച്ചു മെഡിക്കൽ കോളേജ് പിന്നെ ജില്ലാ ആശുപത്രിയെ മെഡിക്കൽ കോളേജിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ട് കാണിച്ചുകൊണ്ടാണ് മെഡിക്കൽ കോളേജ് നമുക്ക് പ്രഖ്യാപിക്കാൻ സാധിച്ചത്. എന്നാൽ സെൻട്രൽ ഗവൺമെന്റ് അവിടെ കുട്ടികളെ ചേർക്കാനും മറ്റു മെഡിക്കൽ കോളേജിന്റെ സൗകര്യം ഏർപ്പെടുത്താനും ഉള്ള കമ്മീഷന്റെ മെഡിക്കൽ കൗൺസിലിന്റെ അംഗീകാരം കിട്ടണമെങ്കിൽ കുറെ കൂടി നമ്മൾ അതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യണം. പോസ്റ്റ് ഗ്രേഷൻ ഒക്കെ ഗവൺമെന്റ് ചെയ്തു. എന്നാൽ അവിടെയുള്ള ജില്ലാ ആശുപത്രിയെ പൂർണ്ണമായി സജ്ജമാക്കിക്കൊണ്ട് ഒരു അടിയന്തര പ്രശ്നം വരുമ്പോൾ നേരിടാൻ തന്നെയാണ് ഗവൺമെന്റ് അതിനെ മെഡിക്കൽ കോളേജായി പ്രഖ്യാപിച്ചത്. ഒട്ടേറെ കാര്യങ്ങൾ ഇപ്പൊ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഏതെങ്കിലും ചെറിയ കാര്യത്തിൽ എന്തെങ്കിലും പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ അത് ഗവൺമെന്റ് നിഷേധിക്കുകയല്ല, അതെല്ലാം പരിഹരിച്ചുകൊണ്ട് മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും.